2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. പാപിയായ ഒരു മനുഷ്യൻ, ജഡപ്രകാരമുള്ള ഒരു മനുഷ്യൻ, ലോകപ്രകാരം നടക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാവുന്നു പുതിയ സൃഷ്ടിയാകുന്നത്? റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു: അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സദൃശ്യത്തോട് നാം ഏകീഭവിച്ചു എങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സദൃശ്യത്തോട് ഏകീഭവിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ പുതിയ സൃഷ്ടിയാകുന്നത്, അല്ലെ ഒരുവൻ ക്രിസ്തുവിലാകുന്നത് എന്നാണ് ഇവിടെ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ പഴയ പാപസ്വഭാവമുള്ള മനുഷ്യൻ, ജഡസ്വഭാവമുള്ള മനുഷ്യൻ, അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള മനുഷ്യൻ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ രക്ഷയിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ കൈയും കാലും ഹൃദയവും ആസകലം ക്രിസ്തുവിൻ്റെ ക്രൂശിനോടുകൂടെ, ക്രിസ്തുവിൻ്റെ കൈ ക്രൂശിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ കാല് ക്രൂശിച്ചതുപോലെ നമ്മുടെ കൈയും കാലും ക്രിസ്തുവിനോട് ക്രൂശിച്ച്, ആ ക്രിസ്തു മരിച്ചപോലെ നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചു. ആ ക്രിസ്തു ജോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ട് ഉയർത്തതുപോലെ നാമും വെള്ളത്തിൽ മുങ്ങി പൊങ്ങുമ്പോൾ എന്തു ചെയ്യും? നമ്മൾ പുതിയ സൃഷ്ടിയായി. അതാണ് ഇവിടെ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ് പോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. എങ്ങനെയാണ്? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളിത്ത സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പം ജലത്തിൽ മുങ്ങി പൊങ്ങുന്നത് ക്രിസ്തുവിനെ കല്ലറയിൽ അടക്കി അവിടുന്ന് പുനരുദ്ധാനം ചെയ്തതിന് തുല്യമാണ്. അപ്പോഴാണ് നമ്മളൊരു പുതിയ സൃഷ്ടിയാകുന്നത്, നാം ക്രിസ്തുവിനോടുകൂടി ചേരുന്നത്. അങ്ങനെ നമ്മൾ അവൻ്റെ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരുന്നു. നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 22 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അതിമോഹങ്ങളാൽ വഷളായിപ്പോൾ നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ പുതു മനുഷ്യനായ ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി ക്രിസ്തുവിനെ പോലെ നമ്മളെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണും. നമ്മളിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണാൻ തക്കം പുതിയ സൃഷ്ടിയായിത്തീരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ആ പുതിയ സൃഷ്ടിയായി തീർന്നവൻ ആ ക്രിസ്തുവിൻ്റെ നിത്യജീവൻ അവകാശമാക്കി ആ നിത്യയിലായിത്തീരുവാൻ ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.